സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിർണായകമായ തീരുമാനം വന്നിരിക്കുകയാണ്. അത് റോഹിംഗ്യ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അവരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കാൻ ഇടയ്ക്ക് കേന്ദ്ര സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അത് ശരിവെക്കുന്ന തരത്തിലാണ് സുപ്രീം കോടതിയിൽ നിന്നും ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ഇത് വളരെ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെന്ന് പറയുന്നത് പോലെ വളരെ സുതാര്യമായിട്ടുള്ളൊരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ഈ ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയിലെ 140 കോടി പൗരന്മാരുടെ രാജ്യമാണ് എന്നുള്ളതാണ് വ്യക്തമാണ്. അപ്പോൾ വിദേശത്തു നിന്ന് വരുന്ന ഒരാൾ, അത് ആരായിക്കോട്ടെ, എന്ത് പരിഗണനയായിക്കോട്ടെ, ഇവിടെ താമസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. വ്യവസ്ഥാപിതമായി ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഗവൺമെൻറ്. തർക്കമില്ലാത്ത ഒരു സംഗതിയാണ്. ഏത് കൊച്ചുകുട്ടിക്കും അറിയാം, നിയമസാക്ഷരതയുള്ള ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ പേരിലൊരു കേസിന് പോവുക എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്. എന്നിരിക്കെ അങ്ങനെ ഒരു ഘോര കൃത്യമാണ്, താനൊരു നിയമ പണ്ഡിതനാണ്, ജഡ്ജിമാരെക്കാളിലുമൊക്കെ മുകളിലാണ് എന്ന് കരുതി കൂട്ടിയിരിക്കുന്ന പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്ന വക്കീൽ എവിടെ ഇന്ത്യക്കൊരു പാര വെക്കാമോ, ഇന്ത്യ ഗവൺമെൻറ്റിനൊരു പാര വയ്ക്കാമോ എന്ന് നോക്കി നടക്കുക. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഉടനെ റോഹിംഗ്യ മുസ്ലിങ്ങളെന്ന് പറയുന്ന ഏറ്റവും അപകടം പിടിച്ച മുസ്ലിങ്ങൾ, അവരോട് വിരോധമൊന്നുമില്ല, പക്ഷേ എവിടെ ഉണ്ടെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എന്നതുകൊണ്ട് ബർമീസ് ഗവൺമെൻറ്, അത് ബുദ്ധമത രാഷ്ട്രമാണ്. ബുദ്ധമത രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ദൈവിക ഭരണഘടനയൊന്നും ബുദ്ധന്മാരാണ് ഭൂരിപക്ഷവും. അങ്ങനെയുള്ള രാജ്യം പുറത്താക്കിയതാണ്. അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോൾ. ബംഗ്ലാദേശുണ്ട്, ബംഗ്ലാദേശിന് അവരെ സ്വീകരിക്കുമായിരുന്നു, അവരും പുറത്താക്കി. അങ്ങനെ ഇന്ത്യയിലേക്ക് ചേക്കേറിയവരെ അവരെ ഇന്ത്യയിൽ വെച്ച് പൊറുപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റകൃത്യങ്ങൾ കൊണ്ട് ഇന്ത്യ ഒരു അരാജക രാഷ്ട്രമായിട്ട് മാറിയിട്ട് ഇവിടെ ക്രിമിനൽ കുറ്റങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇതായിരിക്കണം പ്രശാന്ത് ഭൂഷൻ്റെ മനസ്സിലെ താല്പര്യം. ജസ്റ്റിസ് ആളൂർ മരിച്ചു, പക്ഷേ ആളൂരിനേക്കാൾ അപകടകാരിയായ 10 മടങ്ങ് അപകടകാരിയായ ഒരു വിഷം ഇവിടെ ഉണ്ട്, അഭിഭാഷക വിഷം. അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രശാന്ത് ഭൂഷൺ. എവിടെ ഗവൺമെൻറ്റിനിട്ടൊരു പണി കൊടുക്കാമെന്ന് നോക്കി നടക്കുകയാണ്. ഇന്ത്യയുടെ പൊതു താല്പര്യത്തിന് വേണ്ടിയല്ല, പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അവരെല്ലാം പൊതുയിടത്തിൽ അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെന്നാണ്. അതിന് മനുഷ്യാവകാശ പ്രവർത്തകർ, മനുഷ്യ വിധ്വംസക പ്രവർത്തകർ എന്ന് തന്നെ പറയേണ്ടി വരും. ആ വിധ്വംസക പ്രവർത്തികൾക്ക് വേണ്ടി ഈ യുദ്ധകാല സമയത്ത് ഇദ്ദേഹം കൊണ്ടുപോയി ഹർജി കൊടുത്തിരിക്കുകയാണ്. റോഹിംഗ്യൻ മുസ്ലിങ്ങളെന്ന് പറയുന്നവരെ പുറത്താക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് അധികാരമില്ലെന്ന്. ഇയാൾ എന്തൊരു നിയമ അജ്ഞനാണ്. നിയമജ്ഞൻ എന്ന് പറഞ്ഞാൽ നിയമ അജ്ഞനാണ്. നിയമത്തെക്കുറിച്ച് അജ്ഞത നടിക്കുക, അറിയാൻ കഴിഞ്ഞില്ല. അതിന് അധികാരമില്ലെന്ന്. ജയിക്കുന്നെങ്കിൽ അങ്ങ് ജയിക്കട്ടെന്ന്. പിന്നെ ആർക്കാ അധികാരം? ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണോ അതിൻ്റെ അധികാരം കുത്തകയായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്, എഴുതി കൊടുത്തിരിക്കുന്നത്? മനസ്സിലാവുന്നില്ല. ഭരണകൂടം അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇന്ത്യൻ പൗരന്മാരെ ഇവിടെ സംരക്ഷിക്കുകയും അല്ലാത്തവരെ പുറത്താക്കുകയും ചെയ്യുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഡയലോഗ് വെച്ചുകൊണ്ട് നമുക്ക് ബ്രൂണയിൽ പോയി താമസിക്കാൻ പറ്റുമോ? റഷ്യയിൽ ജനങ്ങൾ കുറവാണ്, അവിടെ പോയി താമസിക്കാൻ സമ്മതിക്കുമോ? അമേരിക്കയിൽ പോയി താമസിക്കാൻ സമ്മതിക്കുമോ? ജർമ്മനി, ബ്രിട്ടൻ, ഈ രാജ്യങ്ങളെല്ലാം കുടിയേറ്റത്തിന് ഇപ്പോൾ അതിരുകൾ വെച്ചിരിക്കുകയാണ്. അതാണ് വ്യവസ്ഥ. പിന്നെ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ എന്തിനാ? അപ്പോൾ ഇന്ത്യയുടെ അനുവാദം കൂടാതെ, ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ ഇന്ത്യയിൽ വന്ന ആളുകൾക്ക് താമസിക്കാം. ഇത് തന്നെയാണ് മമതാ ബാനർജിയും നടപ്പാക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകളെ എല്ലാം ഇന്ത്യൻ പൗരന്മാരെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് താമസിച്ച് പൊറുപ്പിക്കുക സ്വകാര്യ നേട്ടത്തിന് വേണ്ടി എന്ന് പറയുന്ന പോലെ ഇവിടെ ഇന്ത്യയിൽ അകത്തു നിന്നുള്ള ഒരു ഭീകരത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കൊപ്പം അകത്തു നിന്നുള്ള ഒരു ഭീകരതയും കൂടെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് റോഹിംഗ്യൻസിനെ പുറത്താക്കാൻ. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളിൽ ഇപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കൊണ്ടുവന്നവർ 13% കൂടെ ഉൾപ്പെടെ ഇപ്പോഴും 13% ആളുകൾ ഭക്ഷണമില്ലാതെ പട്ടിണിയിലാണ്. ഇപ്പോഴും അതുണ്ട്. ആ പട്ടിണി നിലനിൽക്കുമ്പോൾ അന്യരാജ്യങ്ങളിലെ ആളുകളെ കൂടി വെച്ച് പോറ്റാൻ ഇന്ത്യക്ക് കഴിയുമോ? എത്രയോ സമ്പന്നമായ രാജ്യങ്ങളുണ്ട്. ഈ റോഹിംഗ്യ മുസ്ലിങ്ങളുമായി വലിയ രീതിയിൽ ചർച്ച വന്നത് പൗരത്വ ഭേദഗതി സമയത്തായിരുന്നു. അവരെ പുറത്താക്കുമെന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അത് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തകരാണ് ഈ ക്രിമിനൽ സംഘത്തിന് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നത്. എല്ലാ ക്രിമിനൽ സംഘങ്ങൾക്കും അതെ. ഭീകരവാദികൾക്ക് പോലും മറുപടിക്കാൻ ഒരു വക്കീലുണ്ടായിരുന്നല്ലോ. ഖസാബിന് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിനെ ഏർപ്പെടുത്തി കൊടുത്തില്ലേ? അതുപോലെ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയാവുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രശാന്ത് ഭൂഷൺ. കേരളത്തിലും ഇയാൾ ഇതിൽ കൂടി മാത്രമല്ല, പ്രഭാഷണങ്ങളിൽ കൂടി ഇവിടെ നിന്നുകൊണ്ട് പറയാൻ, ഈ വീരവാദം അടിക്കാനുമൊക്കെ വളരെ മിടുക്കാണല്ലോ.
ഈ ഭീകരവാദികളെയൊക്കെ നേരിടാൻ എന്ത് പ്രയാസപ്പെട്ടാണ് ഒരു ഗവൺമെൻറ്റും പട്ടാളക്കാരും ശ്രമിക്കുന്നത്. ഇയാൾക്ക് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് വാചകം അടിച്ചാൽ മതി. അത് വളരെ പ്രായേണ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ദി ആക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് ദാൻ മേക്കിംഗ് ഡയലോഗ്സ് ബിഫോർ ദ മൈക്ക് ഓർ മേക്കിംഗ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ദ കോർട്ട്. ഇയാൾ ഈ മനുഷ്യൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ടിപ്പിലുള്ള കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് വന്നിട്ട് പ്രഭാഷണം നടക്കുക, വേദം ഓതുക. ഇത് എളുപ്പമാണ്. ഇത് നേരിടാം. ഒരു യുദ്ധം പോയി നേരിടാൻ ഇയാൾക്ക് ധൈര്യമുണ്ടോ? അതിർത്തിയിലോട്ടൊന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു യുദ്ധം നേടാൻ കഴിയുമോ? പാകിസ്ഥാനിലോട്ടായിക്കട്ടെ ഭീകര ക്യാമ്പുകൾ തകർക്കാൻ ഇയാൾക്ക് കഴിയുമോ? രോഹിംഗ്യ മുസ്ലിങ്ങൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി അതിനെ നേരിടാനുള്ള തീരുമാനമെടുക്കാൻ ഇയാൾക്ക് കഴിവുണ്ടോ? രോഹിംഗ്യകളെ വിടരുതെന്ന്. രോഹിംഗ്യകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ രോഹിംഗ്യകളോടൊപ്പം പോകൂ. മറ്റ് രാജ്യങ്ങളുണ്ട്, സമ്പന്ന രാജ്യങ്ങൾ, ജനസംഖ്യ വളരെ കുറവുള്ള രാജ്യങ്ങൾ, പെറ്റുപെരുകാത്ത രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് ഇവരെ കൂടി കൊണ്ടുപോകൂ. നിങ്ങൾ നയിച്ചു കൊണ്ടുപോകൂ. നിങ്ങൾ വാദിക്കുകയോടെ പോയി. അന്താരാഷ്ട്ര നീതി ന്യായ കോടതി ഉണ്ടല്ലോ ഹേഗിൽ, അവിടെ കൊണ്ടുപോകൂ. അവർക്ക് പൗരത്വം ഏതെങ്കിലും രാജ്യം കൊടുക്കണം. പ്രായേണ ജനസംഖ്യ കുറവുള്ള ഐസ്ലൻഡ് അങ്ങനെയുള്ള രാഷ്ട്രങ്ങളുണ്ട്. കാനഡ ജനസംഖ്യ കുറവാണ്. ന്യൂസിലൻഡ് ജനസംഖ്യ കുറവാണ്. അങ്ങനെ എത്രയോ രാഷ്ട്രങ്ങളിൽ അവരെ സ്വീകരിക്കാൻ പറയാം. അതല്ലേ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ കുടിയിരുത്താനായി പാലസ്തീനയിലെ ആ തർക്കഭൂമി ഉപയോഗപ്പെടുത്തിക്കൂടെ? എത്ര മനുഷ്യകാരുണ്യപരമായ കാര്യമാണ്. എനിക്കുകൊണ്ട് ഇവരെ കുടിയിരുത്തണമെന്ന്. പക്ഷേ ഇവിടെ കുടിയിരുത്തി കഴിഞ്ഞാൽ ഇവിടെ ആകപ്പാടെ കുഴപ്പങ്ങളുണ്ട്. ഒരു 2-3 അതിർത്തി രാഷ്ട്രങ്ങൾ ഇന്ത്യക്കിട്ട് പണിയാൻ വേണ്ടി നോക്കിയിരിപ്പുണ്ട്. പിന്നെ മോദിക്കിട്ട് പണിയാൻ വേണ്ടി കുറേ രാഷ്ട്രീയക്കാരിരിപ്പുണ്ട്. അങ്ങനെ അന്തചിത്രം വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രമസമാധാന നില വഷളാക്കാനും വേണ്ടിയിട്ടുള്ള ചിത്രശക്തികൾ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട് ധാരാളമായിട്ട്. പിന്നെ പതിയിരിക്കുന്ന ഇതുപോലുള്ള പഹൽഗാം ഭീകരന്മാരെ പോലെയുള്ള ആൾക്കാർ ഇന്ത്യ വിട്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഭൂമിക്കടിയിൽ ബങ്കറിൽ പേടിച്ചൊളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ ഉപദ്രവങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് 140 കോടി ജനങ്ങളുടെ ലോകത്തിൻ്റെ 1/6 ഭാഗത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. അത് ഭാരിച്ച പണിയാണ്. 18 മണിക്കൂർ അധ്വാനിച്ചുകൊണ്ടാണ് ഈ ഭരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന് കൂടുതൽ തലവേദന ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയുള്ള ഹീനമായിട്ടുള്ള പ്രവർത്തികൾ ഏർപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വൈര്യം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. പ്രശാന്ത് ഭൂഷൺ, നിങ്ങൾ ചെയ്യുന്നത് ഒരുപക്ഷെ ഒരുതരം തീവ്രമായിട്ടുള്ള വാദങ്ങളാണ്. തീവ്രവാദികളെക്കാൾ വലിയ ശല്യവുമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏതൊരു പൗരനും ഇന്ത്യയുടെ, പ്രത്യേകിച്ച് ഈ റോഹിംഗ്യ മുസ്ലിങ്ങളെ പോലെ തന്നെ അല്ലേ ബംഗ്ലാദേശിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വലിയ കുടിയേറ്റങ്ങളും ഈ നുഴഞ്ഞ കയറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൂടി കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതെ, അങ്കമാലിയിൽ അടുത്ത കാലത്ത് നടന്ന, അങ്കമാലിയിലല്ല പെരുമ്പാവൂർ അടുത്ത കാലത്ത് നടന്ന അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗം ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടില്ലാത്തത്ര അറപ്പുളവാക്കുന്ന തരത്തിലുള്ള കൊച്ചു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത സംഭവം ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു ക്രിമിനലായിരുന്നു. അവൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോയി. അതുപോലെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ശിശുക്കളെ വരെ ബലാത്സംഗത്തിനിരയാക്കുന്ന നരാധമന്മാരുടെ ഒരു വിളയാട്ട ഭൂമിയാക്കി ഈ മണ്ണിനെ തീർക്കണോ പ്രശാന്ത് ഭൂഷൺ? നിങ്ങൾ പറയൂ. നിങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രം ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാക്കി നിങ്ങൾക്കിഷ്ടമുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെച്ച് താമസിപ്പിച്ച് നിങ്ങൾ അവരുടെ പ്രസിഡൻ്റായിട്ടോ പ്രധാനമന്ത്രിയായിട്ടോ അങ്ങ് വേണുള്ളൂ. ഞങ്ങൾക്കിത് പറ്റില്ല. ഇവരെ ഒന്നും നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഓരോ നടപടി ഇവർ ക്രിമിനൽ കുറ്റം ചെയ്തെടുക്കുമ്പോഴും നിങ്ങൾ മനുഷ്യാവകാശമെന്നും പറഞ്ഞ് ഗർജിച്ചു കൊണ്ടുവരും. ഇതിനൊക്കെ കേസ് പറയാൻ പോകണം. ഞങ്ങൾക്ക് ഭരിക്കാൻ തന്നെ സമയം തികയുന്നില്ല. അപ്പോൾ ഈ കേസും പറഞ്ഞുകൊണ്ട് ആജീവനാന്ത കാലം പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതിർത്തി മുഴുവൻ ജാഗ്രത വേണം. ബംഗ്ലാദേശ് മുതൽ ചൈന അതിർത്തി മുതൽ പാകിസ്ഥാൻ അതിർത്തി വരെ ഞങ്ങൾക്ക്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ കുഴപ്പമില്ല കേട്ടോ, അവരിപ്പോൾ ഇന്ത്യയുമായിട്ട് ഐക്യത്തിലാണ്. അതൊക്കെ കാവൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. അതുകൊണ്ട് അവർ പോവുക തന്നെ വേണം. അതുകൊണ്ട് കോടതി തന്നെ വ്യക്തമാക്കി, അതായത് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ചൂണ്ടിക്കാട്ടി ഇവർ പുറത്തു തന്നെ പോകണം. ജീവിക്കാനും താമസം ഉറപ്പിക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം ഭാരതീയർക്ക്, നമ്മൾ ഇന്ത്യൻ പൗരന്മാർക്ക്, പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. അവരുടെ തന്നെ കാര്യം വളരെ കഷ്ടസ്ഥിതിയിലാണ്. അതിനിടയ്ക്ക് നിങ്ങളില്ലാത്ത തലവേദനകൾ ഉണ്ടാക്കി വെക്കുന്ന ഈ കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെടരുത് പ്രശാന്ത് ഭൂഷണെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.